ഹലോ. ആ മേഡം, ഇന്ന് ഷൂട്ടിങ്ങിന് വരുന്നില്ലെന്ന് ഡയറക്ടർ ചോദിക്കാൻ പറഞ്ഞു. ഒരു 1 hourൽ ഞാൻ എത്താം. ഓ അങ്ങനെയാണോ മേഡം? ശരി മേഡം, ഞാൻ ലഞ്ച് ഏർപ്പാട് ചെയ്യാൻ പറയാം. ശരി. നമസ്കാരം മാഡം. നമസ്കാരം. ഡയറക്ടർ സാർ പറഞ്ഞു വിട്ടതാ നിങ്ങളുടെ അടുത്ത് കഥ പറയാനായിട്ട്. ഓ അങ്ങനെയാണോ? അകത്തേക്ക് വാ. ഇരിക്കും മാഡം. തുടങ്ങിയല്ലോ മാഡം. പറഞ്ഞോളൂ. സാധാരണ ഈ കഥ എങ്ങനെ ആരംഭിക്കുന്നത് പറഞ്ഞാൽ മാഡം, ഒരു ഗ്രാമത്തിൽ തുടങ്ങുന്ന ഒരു വ്യത്യസ്തമായ ഒരു കഥയാണ് മാഡം. എന്താണെന്ന് വെച്ചാ, ഒരു ഉൾഗ്രാമത്തില് ഒരു വയസ്സായ ഒരാളുണ്ടോ. നിങ്ങളവിടെ നിങ്ങളുടെ ക്യാരക്ടർ എന്താന്ന് വെച്ചാ, ഒരുപാട് കഷ്ടപ്പാടുള്ള ഒരു ഫാമിലി. നിങ്ങൾക്കൊരു കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ ജേർണി ആരംഭിക്കും. ആ വയസ്സായ നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ സഹായിച്ചോ, ആ കുട്ടിയെ വളർത്തിക്കൊണ്ട് തന്നെ ആ വയസ്സായ ആളിൻ്റെ കൂടെ എങ്ങനെ നിങ്ങളുടെ ജീവിതം നയിക്കുന്നുവോ, ഇതെല്ലാം കഥയുടെ കൂടെ ലിങ്കായിരിക്കും. അതേപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകളും വന്നു ചേരും. ആ കഷ്ടതകളിൽ നിന്ന് നിങ്ങൾ എങ്ങനെ പുറത്തേക്ക് വന്നുവോ, ആ ലൈഫ് സ്റ്റോറി ഈ സിനിമയിൽ ഞങ്ങൾ കാണിക്കും. അതേപോലെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ കുട്ടിയെ വളർത്തിക്കൊണ്ട് ഒരുപാട് കഷ്ടപ്പെട്ട് ഉള്ളത് വെച്ച് ഹാപ്പി ആയിട്ടിരുന്നുകൊണ്ട് മറ്റുള്ളവരെ സഹായിച്ച് നിങ്ങളെ കഴിയുന്ന എല്ലാ സഹായങ്ങളും ചെയ്തുകൊണ്ടേയിരിക്കും. ഈ ജേണലിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് കഷ്ടതകൾ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതിനകത്ത് നിങ്ങളൊരു ഹീറോയെയും പരിചയപ്പെടും. അതിനിടയിൽ അപ്പോൾ നിങ്ങൾ തമ്മിലൊരു കെമിസ്ട്രിയും ഉണ്ടാകും. അത് നിങ്ങൾ ചെയ്ത തെറ്റാണോ അതോ അദ്ദേഹം ചെയ്ത തെറ്റാണോ എന്ന് തീരുമാനിക്കുന്നതിനേക്കാളും ഒരു പ്രണയം പോലെ, ഒരു സ്നേഹം പോലെ ഒരാൾക്ക് മറ്റൊരാളെ സമാധാനപ്പെടുത്തി നിങ്ങളുടെ ജീവിതം അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. നിങ്ങളുടെ ക്യാരക്ടർ, അതിനകത്തുണ്ടാവുന്ന നിങ്ങളുടെ മോഡുലേഷൻ, പ്രവർത്തിക്കുന്ന രീതി ആയിക്കോട്ടെ, ആ ഒരു സ്റ്റൈല്, ആ ഒരു ക്യാരക്ടർ ഡയറക്ടർ ആ രീതിക്ക് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിനെപ്പറ്റി പറയാനാ പറഞ്ഞേ. ഇത് ഈ സിനിമയിൽ ആദ്യത്തെ ക്യാരക്ടറാണ്. പിന്നെ ആ സെക്കൻഡ് ക്യാരക്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ, മാഡം മാഡം ആദ്യത്തെ ക്യാരക്ടർ കേട്ടല്ലോ മാഡം. സെക്കൻഡ് ക്യാരക്ടർ എന്താണെന്ന് വെച്ചാൽ, അത് ഇതുവരെയും അത് ആ സെക്കൻഡ് ഹസ്ബൻഡ് മരിച്ചിട്ടില്ലേ, അതിനുശേഷം നിങ്ങളുടെ കഷ്ടതകളെ കുറിച്ച് കാണിച്ചു. ഇപ്പം നിങ്ങൾക്ക് യങ് ഏജാണ്, ഒരു 16-17 വയസ്സുണ്ടാവും. അതാ കോളേജിനകത്ത് ഈ +2 കഴിഞ്ഞിട്ട് പോകില്ല ആ വയസ്സ്. ഈ ജേണി ആരംഭിക്കുമ്പോൾ നിങ്ങൾ നല്ല തുള്ളിച്ചാടി നടക്കും, സൈക്കിളെല്ലാം ഓടിക്കും, കൊച്ചു കുട്ടികളെ പോലെ കളിച്ചുകൊണ്ടേയിരിക്കും. അതാ നിങ്ങൾ പാവാടയും ധാവണി ഇട്ടിരുന്ന കാലം. നിങ്ങളുടെ ഒരു ക്യാരക്ടർ അങ്ങനെ ആയിരിക്കും മാഡം. അങ്ങനെ നിങ്ങളെ ജേർണി തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ മാഡം, നിങ്ങളൊരു പയ്യനെ പരിചയപ്പെടുന്നു. അയാളുടെ പേര് രാഹുൽ. നിങ്ങളുടെ ആദ്യത്തെ പ്രണയം ആ രാഹുലാണ്. ആ പ്രണയം എങ്ങനെ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ, അവനില്ലാതെ നിങ്ങൾക്കും നിങ്ങളില്ലാതെ അവനും ജീവിക്കാൻ പറ്റത്തില്ല. ഇതേപോലെ നിങ്ങളുടെ സ്റ്റോറി റണ്ണായിക്കൊണ്ടേയിരിക്കും. പക്ഷേ അവൻ്റെ കുടുംബത്തിലുള്ള ആളുകൾ നിങ്ങൾ വേറെ കാസ്റ്റാണെന്നും പറഞ്ഞ് നിങ്ങൾ രണ്ടുപേരെയും പിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ അച്ഛൻ അപമാനിക്കപ്പെടും. ആ അപമാനത്തിന് ശേഷം നിങ്ങൾക്ക് രാഹുലിനെ നഷ്ടപ്പെടുത്തേണ്ടി വരും. ആ സമയത്ത് നിങ്ങളുടെ അച്ഛന് ജോലിയും ട്രാൻസ്ഫർ ആവും. നിങ്ങൾ രണ്ടുപേരും വേർപിരിയും. അങ്ങനെ പിരിഞ്ഞതുകൊണ്ട് നിങ്ങളുടെ പ്രണയവും ശരിക്കും നശിച്ചു പോകും. സെക്കൻഡ് ഹാഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും മാഡം. മാഡം മാഡം അതാണ് മാഡം സെക്കൻഡ് സ്റ്റോറി ഇങ്ങനെ ആയിരിക്കും. ഇപ്പോൾ മൂന്നാമത്തെ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, ഈ മൂന്നാമത്തെ സ്റ്റോറി നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഈ മൂന്നാമത്തെ സ്റ്റോറിയിൽ പ്രവീൺ എന്ന് പറയുന്ന ഒരാള്, അവരെ പറ്റിയുള്ള കഥയാണ്. ഇവനെ നിങ്ങളുടെ അച്ഛൻ അമ്മ ഒരുപാട് ആഗ്രഹിച്ച് അയാൾക്ക് നല്ല ജോലി ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ അയാൾക്ക് കെട്ടിച്ചു കൊടുത്തതാണ്. അങ്ങനെ നിങ്ങളുടെ ജീവിതം സന്തോഷമായിട്ട് പോയിക്കൊണ്ടേയിരിക്കും. കുറച്ചു കാലത്തിന് ശേഷം നിങ്ങൾക്ക് നല്ലൊരു കുട്ടി ജനിക്കും. ആ കുട്ടിയുടെ ജീവിതം നിങ്ങൾ ലീഡ് ചെയ്തിട്ട് ഉള്ളത് വെച്ച് ജീവിച്ചിട്ട് ലൈഫ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ജീവിതം ഇങ്ങനെ ഓടിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ നിങ്ങളുടെ ജീവിതം പോയിക്കൊണ്ടേയിരിക്കും മാഡം. നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ ക്യാരക്ടർ പ്രവീണ് നിങ്ങളെ ഒരുപാട് ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും മാഡം. കുടിച്ചിട്ട് വന്ന് വഴക്കുണ്ടാക്കും, നിങ്ങളുടെ കയ്യിലുള്ള കാശൊക്കെ എടുത്തുകൊണ്ട് പോകും. നിങ്ങൾ അവനെ എത്രത്തോളം സ്നേഹിച്ചാലും ശരി, അവനത് മനസ്സിലാക്കത്തേയില്ല. കുടിച്ച് 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 സ്വന്തം ശരീരം തന്നെ നശിപ്പിക്കും. അങ്ങനെ ഒരിക്കൽ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കും. അപ്പോൾ നിങ്ങൾ മാഡം മാഡം
മാഡം നിങ്ങൾ തന്നെയാ? ആ ആ കേട്ടോണ്ടിരിക്കുക. ഈ നാലാമത്തെ ക്യാരക്ടർ എന്താന്ന് വെച്ചാ അയാളുടെ പേര് രാജേഷ്. അയാള് നാലാമത്തെ ക്യാരക്ടറാണ് മാഡം. ഈ ക്യാരക്ടർ നിങ്ങൾക്ക് നല്ലൊരു സുഹൃത്തായിരിക്കും മാഡം. നല്ല നന്ദിയുള്ള ഒരാളായിരിക്കും. പിന്നെ നിങ്ങളുടെ ഹസ്ബൻഡ് മരിച്ചെന്ന് പറഞ്ഞില്ലേ മാഡം? ആ കാലഘട്ട സമയത്ത് നിങ്ങൾക്ക് കാശിൻ്റെ കാര്യമായാലും ശരി, ഉള്ള എല്ലാ കാര്യത്തിനും ശരി, അവൻ നല്ലൊരു സഹായമായിട്ടുണ്ടായിരിക്കും. അങ്ങനെയുള്ളൊരു ക്യാരക്ടറാണ്. അങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങൾ അവനെ പ്രേമിക്കും. നിങ്ങളുടെ കുട്ടിയെ നോക്കുന്ന വിധത്തിലും ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലും ശരി, നിങ്ങൾ അവൻ്റെ പ്രണയത്തിൽ വീണു പോയിരിക്കും. പക്ഷേ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ അയാൾക്ക് വേറൊരു ഫാമിലി ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയേണ്ടി വരുന്നു. നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ മാഡം. ആ പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ട് നിങ്ങൾ ഒരുപാട് വേദനയിലായിരിക്കും. ഈ ക്യാരക്ടറും കൂടെ നിങ്ങളെ ഒരുപാട് ഈസി ആയിട്ടായിരിക്കും എടുക്കുന്നത്. ശരി, അയാൾക്കൊരു ഫാമിലി ഉണ്ട്, അതുകൊണ്ട് ഇങ്ങോട്ടും അയാളെ കൂടുതൽ നിർബന്ധിക്കാൻ പറ്റത്തില്ല. എൻ്റെ കുട്ടികളായിരുന്നാലും അയാളുടെ കുട്ടികളായിരുന്നാലും എല്ലാം ഒന്ന് തന്നെയല്ലേ. നിങ്ങൾ അങ്ങനെ തന്നെ വിചാരിച്ച് എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ സ്റ്റഡി ആയിട്ട് വരും. അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു മാറ്റത്തിന് വേണ്ടി നിങ്ങൾ ഒരു ഉൾഗ്രാമത്തിലേക്ക് പോകേണ്ടി വരും. ആ ഗ്രാമത്തിലോട്ട് പോയതിനു ശേഷം ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, ഹലോ മാഡം, 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 ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ മാഡം, ഒരു ക്യാരക്ടർ ഇവിടെ നിന്ന് അങ്ങോട്ട് മാറും. അതെ, ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും ഇടകലർത്തി എടുത്തെടുത്ത് ലാസ്റ്റ് ഫൈനല്ല നിങ്ങളുടെ ക്യാരക്ടറെ കാണിക്കും. അതാ ഡയറക്ടർ സാർ നിങ്ങളോട് പറയാൻ പറഞ്ഞത്. ആ കഥ ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറഞ്ഞത്. ഞാൻ പോയിട്ട് മറ്റു കാര്യങ്ങളെല്ലാം ഡയറക്ടർ സാർ ഫോൺ വിളിച്ച് പറയും. ഓക്കെ. ശരി, ശരി. എന്താ ഇയാള് എന്റെ കഥ എന്നോട് തന്നെ പറയാണല്ലോ. അടുത്തിരുന്ന് ഒബ്സർവ് ചെയ്തോലെ. പക്ഷേ ഭയങ്കര സന്തോഷമുണ്ടല്ലോ. ഉറപ്പായിട്ട് ഈ പടത്തിന് എനിക്ക് അവാർഡ് കിട്ടും. യഥാർത്ഥത്തിൽ ആ കഷ്ടപ്പാടൊക്കെ ഞാൻ അനുഭവിച്ചെങ്കിലും ആ കഷ്ടപ്പാടെ എന്നെ ഇപ്പൊ ഈ നിലയിൽ എത്തിച്ചത്. അതുകൊണ്ട് ദൈവം എവിടെയോ അല്ല, നമ്മുടെ അടുത്ത് തന്നെ എവിടെയോ ഉള്ളത്. താങ്ക് യു ഗോഡ്, എന്നെ നന്നായിട്ട് സംരക്ഷിച്ചതിന്. അമ്മ, അമ്മ, എന്റെ സ്നാക്സ് ഒക്കെ എവിടെയാ വെച്ചേക്കുന്നേ? ഫ്രിഡ്ജിലാ ഉള്ളത്, നോക്കടാ. ഇവിടെ കാണാനില്ല. വരാ, അവിടെ നിക്ക്. ഇങ്ങോട്ട് നോക്ക് ലക്ഷ്മി, നിന്റെ കൊച്ചിനെ ഓർത്ത് നീ വിഷമിക്കാതെ. ഓൾറെഡി അഡ്മിഷൻ്റെ കാര്യമൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അതൊക്കെ റെഡിയാവും, പ്രശ്നമൊന്നുമില്ലെന്നേ. കൊച്ച് നന്നായിട്ട് പഠിച്ചോളും. ഒരുപാട് സന്തോഷമുണ്ട്. എന്ത് പ്രശ്നം വന്നാലും ഞാൻ നോക്കിക്കോളാം. നിന്നോട് ആരെങ്കിലും അപമര്യാദയായിട്ട് പെരുമാറിയാ നീ എന്നോട് പറ, അത് ഞാൻ നോക്കിക്കോളാം. ഞാനുള്ളിടത്തോളം നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. നിന്നെപ്പോലെയുള്ള പെൺകുട്ടികൾ ഈ നാടിൻ്റെ അഭിമാനമാണ് മോളെ, അത് നീ മറക്കരുത്. മനസ്സിലായോ? നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട ലക്ഷ്മി. നിനക്ക് പണത്തിൻ്റെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിലും പറ, അത് ഞാൻ നോക്കിക്കോളാം. ശരി സർ. മനസ്സിലായല്ലോ അല്ലേ? ഓക്കേ നീ സർ. ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഒരു പ്രശ്നവുമില്ല. എന്തു വന്നാലും ശരി, ഞാൻ നോക്കിക്കോളാം. മനസ്സിലായല്ലോ സർ, അല്ലേ? ഇരിക്ക് സർ, ഞാൻ പോയി ടീ ആ, കൊണ്ടുവരാം. എടുത്തിട്ട് വാ ലക്ഷ്മി. ഇതാ സർ. താങ്ക്സ് ലക്ഷ്മി. ടീ കുടിക്ക് സർ. ആ. നന്നായിട്ടുണ്ട് സർ. ശരി, താങ്ക്സ്. പാവം, നിന്നെപ്പോലെയുള്ള പെൺകുട്ടികൾക്കൊക്കെ എന്താണാവോ ഇങ്ങനത്തെ പ്രശ്നം, എങ്ങനെയാണാവോ ജീവിക്കുക മുന്നോട്ട്. പാവം.
ഇനി എത്ര കാലത്തേക്കാണ് നമ്മളിങ്ങനെ ആരും കാണാതെ കണ്ടുമുട്ടുക? പിന്നെ എന്താ ചെയ്യേണ്ടത് പറയൂ. നമ്മുടേത് എന്താന്ന് വെച്ചാൽ ഇന്റർകാസ്റ്റ് മാരേജ് അല്ലേ? പിന്നെ എങ്ങനെയാ കാണുന്നേ പറയൂ. നിന്റെ വീട്ടില് എന്നെ പറ്റി പറയാൻ പറ്റില്ല, എന്റെ വീട്ടില് നിന്നെ പറ്റി പറയാൻ പറ്റില്ല. പിന്നെ ഇങ്ങനെ ഒളിച്ചും പാത്തും അല്ലാതെ എങ്ങനെയൊന്ന് കാണാൻ പറ്റുന്നേ പറയൂ. ഇതിനൊരു സൊല്യൂഷനും ഇല്ലേ? എനിക്കൊന്നും അറിയില്ല. നിനക്കെന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറയൂ. എനിക്കൊന്നും തോന്നാത്തോണ്ടല്ലേ നിന്നോട് ചോദിക്കുന്നേ. അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും എന്റെ അടുത്ത് തന്നെ ചോദിക്കുന്നോ? അതല്ലടി, നമുക്ക് രണ്ടുപേർക്കും ഒരുമിക്കണ്ടേ? നല്ല ജോലിക്ക് പോകണം, അതിനുശേഷം നമുക്ക് രണ്ടുപേർക്കും കല്യാണം കഴിക്കണം, നല്ല അഴകുള്ള കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കണം. ഇതൊക്കെ നടക്കണമെങ്കിൽ നമ്മുടെ വീട്ടിൽ സമ്മതിക്കണ്ടേ? അതാണ്, മനസ്സിലാവുന്നുണ്ടോ? അതെ അതെ, നല്ല നല്ല ആഗ്രഹങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? പക്ഷെ ഒരു മൂവ്മെന്റും ഇല്ല. അതെല്ലാം നടക്കണമെങ്കിൽ ഈ ജനറേഷനിൽ നമുക്ക് വർക്കൗട്ട് ആവുമെന്ന് തോന്നുന്നില്ല. നമ്മൾ 90s ജനിച്ചിരിക്കണം. ഛേ, ഇപ്പം അതൊക്കെ എന്തിനാ? ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാം, നീ വിട്. നമുക്ക് എപ്പോഴും ഒരുമിച്ചിരിക്കാം, ഒരിക്കലും പിരിയാൻ പാടില്ല. മനസ്സിലായോ? നീ എനിക്കൊരു ഉമ്മ തരില്ലേ? അയ്യോ, നിങ്ങൾക്ക് നിറയെ ആഗ്രഹങ്ങളുണ്ടെന്ന് തോന്നല്ലോ. വീട്ടിലാദ്യം സമ്മതിപ്പിക്കുക, പിന്നെ ഉമ്മ മാത്രമല്ല എല്ലാം കിട്ടുന്നതാണ്. മനസ്സിലായോ? മനസ്സിലായി. നിനക്കൊരു കാര്യം കൊണ്ടുവന്നിട്ടുണ്ട്, അറിയോ? എന്താ അത്? എൻ്റെ പ്രണയം. പ്രണയ സമ്മാനാണോ? ഇങ്ങനത്തെ ഡയലോഗ്സ് ഒക്കെ ഒരുപാട് കേട്ടതാ. പുതിയതായിട്ട് എന്തെങ്കിലും പറയുക. ടൈം ആവാ, എനിക്ക് വീട്ടിൽ പോണം. അങ്ങനെയാണോ? ഇനിയും കുറച്ചു നേരം കൂടെ ഇവിടെ ഇരുന്നൂടെ? ആകെ ഇവിടെ ഇരിക്കുന്ന 10 മിനിറ്റ്, അതിൽ വീട്ടിലുള്ളവരെ കുറിച്ചും കൂടെ ആലോചിക്കും. നമ്മൾ ഇപ്പോഴല്ലേ കോളേജിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. പെട്ടെന്ന് തന്നെ പോവാന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നാളെ വരെ കാത്തിരിക്കാന്ന് പറഞ്ഞാൽ കഷ്ടമാണ്. എന്നെ കൊണ്ട് പറ്റില്ലടി, എന്നൊന്ന് മനസ്സിലാക്ക്. പറയുന്നത് മനസ്സിലാക്കൊന്ന്. നമ്മളിങ്ങനെ ഇരിക്കുന്നത് ആരെങ്കിലും കണ്ടാലുണ്ടല്ലോ, അതോടെ നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. എന്റെ വല്യച്ഛനെ പറ്റി നിനക്ക് അറിയാലോ അല്ലേ? 50 ചാട്ടയടിയായിരിക്കും നിനക്ക് കിട്ടുന്നേ. അത് ഓർമ്മ വെച്ചോ. ശരിയടി, എന്തെങ്കിലും പറഞ്ഞങ്ങ് പേടിപ്പിക്കല്ലേ. എൻ്റെ അമ്മയും വീട്ടിൽ ഒറ്റയ്ക്കാ ഉള്ളത്. ഞാൻ പോവുക. നാളെ നമുക്ക് കോളേജിൽ വെച്ച് കാണാം. ഓക്കെയാ? ബായ്. ശരി. എന്താ അയാള്? ഒന്നും മനസ്സിലാവുന്നേ ഇല്ലല്ലോ. ഇപ്പോഴും അയാൾ ചെറിയ പയ്യനെന്നാ വിചാരിച്ചു വെച്ചേക്കുന്നത്. ഒരു പെണ്ണിനെ അച്ഛനായി കഴിഞ്ഞു, എന്നിട്ട് ഒരു ഉത്തരവാദിത്വം ഇല്ല. ആരുടെയോ വീട്ടിൽ താമസിക്കുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു, എങ്ങനെയൊക്കെയോ കഴിക്കുന്നു. ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീട് പോലും ഇല്ല. കുറഞ്ഞത് ഒരു സന്തോഷമായിട്ടുള്ള ജീവിതമെങ്കിലും ഉണ്ടോ? അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നെങ്കിലും മതിയായിരുന്നു. വീട്ടില് ഭാര്യ, കുഞ്ഞ് ആരെ ആവശ്യമില്ല. ദൈവമാണ് ഇയാളെ തിരുത്തേണ്ടത്. ഇതല്ല നീ ഒരു ഡ്രാമയായിട്ടാണോ ചെയ്തുകൊണ്ടിരിക്കുന്നേ? ഈ ഡ്രാമ എല്ലാം നിർത്തിയിട്ട് ആ ഗ്യാസിൽ എന്താ ഉണ്ടാക്കിയേക്കുന്നത് പറയടേ. എടിയേ എൻ്റെ ഭാര്യ, ഇതെല്ലാം ഒരു നാടകണ്ടേ. എന്താ പാചകം ചെയ്തെന്ന് പറയടേ. എന്താടി നീ ഇങ്ങനെ താഴെ ഇരിക്കുന്നേ?
നീ വിഷമിച്ചിരിക്കുന്നുവെന്ന് എന്നെ കാണിക്കണം അല്ലേ? ആദ്യം അവിടെ വന്ന് എഴുന്നേറ്റിട്ടെ എന്താ ചെയ്യേണ്ടെന്ന് വെച്ചാ എഴുന്നേക്ക്. നീ എന്താടി വിചാരിക്കുന്നേ? ഞാൻ എന്താടി ഒരു ഉപയോഗം ഇല്ലാത്തവനെന്ന് വിചാരിക്കുന്നോ നീ? അതോ വേലയില്ലാത്തവനെന്ന് വിചാരിക്കുന്നോ? കാശില്ലാത്തവനെന്ന് വിചാരിക്കുന്നോ നീ? എന്നെ പറ്റി നീ എന്താടി വിചാരിക്കുന്നേ? ഏയ് ചോദിക്കുന്നില്ലേ? ഉത്തരം പോലും പറയാത്ത താഴെ ഇരിക്കുന്നോ? എഴുന്നേക്കടേ, എഴുന്നേക്കണല്ലേ പറഞ്ഞേ? എഴുന്നേക്കടേ, എഴുന്നേക്കുന്നുണ്ടോ ഇല്ലയോ? എന്താ എന്താ ഇങ്ങനെ നടക്കുന്നേ? നമുക്കൊരു മോളില്ലേ, അത് മറന്നുപോയോ? അവളെ നന്നായിട്ട് വളർത്തി ഒരാളാക്കണ്ടേ, അത് നിങ്ങൾ മറന്നുപോയോ? നമുക്കായിട്ട് എന്തെങ്കിലും ഉണ്ടോ പറയേ? ഈ വീട് നമ്മളതല്ല, വേറെ ആൾക്കാരതാ. അവിടുത്തെ കെഞ്ചിയാ തന്നെ എങ്ങനെ ഉണ്ടാവും? ഇപ്പൊ ഈ കുടിക്കേണ്ടത് ആവശ്യമാണോ? നിങ്ങൾ എപ്പോഴാ ഒന്ന് മാറുക? ഈ കഥയൊക്കെ എന്നോട് എന്തിനാടി പറയുന്നേ? എനിക്കെന്താ വേണ്ടെന്ന് അറിയാലോ. മദ്യ, ഇടയ്ക്കിടയ്ക്ക് ഒരു പെണ്ണ്, അതിനുശേഷം എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ്. ഞാൻ ആണാണെന്ന് കാണിക്കാനാ നിനക്കൊരു കൊച്ചിനെ ഉണ്ടാക്കി തന്നെ. അതിനെ വളർത്താനുള്ള ഉത്തരവാദിത്വം നിന്റേതാണ്. നിനക്ക് ഇനിയും ഒരു കുട്ടിയെ വേണമെങ്കിൽ പറയേ, അതും ഉണ്ടാക്കി തന്നേക്കാം. അല്ലാതെ എന്നോട് കുടിക്കരുതെന്ന് പറയാൻ നിനക്ക് യാതൊരു അവകാശവും ഇല്ല. അത് മൈൻഡിൽ വെച്ചോ. മനസ്സിലാവുന്നുണ്ടോ? ഒന്നും മിണ്ടാതെ ആ ഭക്ഷണം എടുത്ത് വയ്ക്കേ. പോടേ, പോവാനല്ലേ പറഞ്ഞേ? ഒരു രാജാവ് ഇരുന്നു. ശില്പ, ഇവിടെയല്ലോ ഓക്കെ അല്ലേ? എന്താ ചോദിക്കുന്നതെന്ന് വെച്ചാ, നീയും നിന്റെ കുഞ്ഞും നന്നായിട്ടിരിക്കണം, അതുകൊണ്ടാണ്. അതിന് ഇതിനേക്കാളും നല്ലൊരു സ്ഥലം വേറെയില്ല. നീ ഉദ്ദേശിച്ച ലക്ഷ്യം കിട്ടണമെങ്കിൽ ഇവിടെ തന്നെ നിൽക്കണം. ഞാൻ ഹൗസ് ഓണറിനോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. നീ സന്തോഷമായിട്ടിരിക്കേ. ഞാൻ അതിനുള്ളിൽ വേറൊരു നല്ല സ്ഥലം കണ്ടുപിടിക്കാം. ഓക്കെയാ? എന്നാൽ ഞാൻ പോട്ടെ. ഓക്കെ ശേഖർ, ഇപ്പൊ എന്ത് പറ്റി? എന്തിനാ ഈ കരയുന്നേ? നിനക്ക് എന്ത് പ്രശ്നം വന്നാലും ഞാൻ നോക്കിക്കോളാം. ഓക്കെയാ? കരയാതിരിക്കും, ഞാൻ നോക്കിക്കോളാം. ഇങ്ങോട്ട് നോക്കി ഒന്ന് ചിരിച്ചേ. അങ്ങനെ ചിരിക്കണം. അതാണ് ശില്പ. എനിക്കൊരു ചായ ഇട്ട് തരുമോ? ഉറപ്പായിട്ടും തരാം. ശരി, എടുത്തോണ്ട് വാ.